ഹലോ ഹായ് നമസ്കാരം. എന്തൊക്കെയാണ്? സുഖമല്ല എല്ലാവർക്കും? ഇന്നലെ ഞാനൊരു സിനിമയ്ക്ക് വരുന്നു. സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് ആയിരുന്നു. കൽബ് എന്നുള്ള സിനിമയുടെ, നാട്ടിലൊക്കെ നല്ല രീതിയിൽ ഇപ്പം തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന കൽബ് എന്ന സിനിമയുടെ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു കൊൽക്കത്തറിലെ നോവോ സിനിമയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് പോയ സമയത്ത് ഞാൻ ഒന്ന് രണ്ട് സ്റ്റോറീസൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ സ്റ്റോറിയുടെ റിപ്ലൈ എന്നോണം എനിക്ക് 2-3 മെസ്സേജ് വന്നു. അങ്ങനെയുണ്ട്, സിനിമ കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ കുറേ മെസ്സേജുകളൊക്കെ വന്നപ്പം ഞാൻ നല്ല അവർക്കുള്ള എൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കൽബ് എന്നുള്ള സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമയെ പറ്റി ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ലെങ്കിലും പിന്നെ നമ്മളൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സിനിമ കണ്ട് ഇറങ്ങിയ ഒരാളെന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. കൽബ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു എന്താ പറയുക, ലവ് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ആയിരിക്കും എന്നുള്ളത്. നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒന്നാണ്. പക്ഷേ സംതിങ് എന്തോ ഒരു ഡിഫറെൻറ്റ്. പിന്നെ എന്താ പറയുക, ആദ്യത്തെ നമ്മൾ സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്ത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രണയകഥ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഉണ്ടാവുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ് വന്നതെങ്കിൽ, സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ഇമോഷൻ വർക്കൗട്ട് ആവുന്ന ഒരു സംഭവമാണ്. എന്തായാലും പ്രേമിച്ചിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമ, ഒരു കുടുംബക്കായിട്ട് പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമ എന്ന് പറയാം. അതിൽ എന്താണ്, പുതിയ ആളുകൾ, പുതുമുഖങ്ങളാണ് കൂടുതലും ഉള്ളത്. അതേപോലെ നമ്മുടെ റീൽസിലൊക്കെ കണ്ടുവരുന്ന കുറേ ആളുകൾ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവായിട്ടുള്ള കുറേ ആളുകളും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിദ്ദീഖ്, പിന്നെ ജാഫർ ഇടുക്കി, അങ്ങനെയുള്ള കുറച്ച് നമുക്ക് പരിചയമുള്ള കുറച്ച് മുഖങ്ങളും അതിലുണ്ട്. സിനിമ എന്താ പറയുക, എന്തായാലും നല്ല ഒരു കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ എന്ന് പറയാം. നമ്മൾ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതെന്ത് സിനിമ, വേണ്ടായിരുന്നു അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലൊന്നും എന്തായാലും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആർക്കാലും വരില്ല. കാരണം എങ്ങനെയായാലും നമ്മളെ ഇരുത്തും ആ ഒരു സിനിമ. എന്നെ ഇരുത്തി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എൻ്റെ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ എന്താ പറയുക, ഒരു ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത്. അപ്പോൾ പിന്നെ ഒരു കണ്ണുനീരൊക്കെ ഇങ്ങനെ കരയുന്നതൊക്കെ ആയിട്ടൊക്കെ കണ്ട്. എനിവേ എന്തായാലും പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ഉള്ള ആളുകളൊക്കെ പോയി കണ്ടോളൂ, ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പറയാന്ന് വെച്ചാൽ, സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുമ്പം സിനിമയിൽ ക്യാരക്ടേഴ്സിൻ്റെ നെയിമൊക്കെ കുറച്ച് ഒരു ഡിഫറെൻറ്റ് നെയിംസൊക്കെ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ക്ലിപ്പോ, പിന്നെ വേറെന്താണ്, അങ്ങനെ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണുള്ളത്. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ ഒരു നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ആർക്കായാലും എന്താ പറയുക, ആർക്കായാലും ഇഷ്ടപ്പെടും. അതങ്ങനെ എന്താ പറയുക, വലിയ മോശം പറയാൻ പറ്റുന്ന ഒരു കാര്യവും അതിലില്ല. ഫസ്റ്റൊക്കെ നമുക്ക് കുറച്ചൊരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും എന്താ പറയുക, അത് അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് അടിപൊളിയാണ്. പിന്നെ സിനിമയെക്കുറിച്ച് കൂടുതൽ സിദ്ദീഖിൻ്റെ ഒക്കെ പിന്നെ അഭിനയം, ഏത് ക്യാരക്ടർ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും പിന്നെ അത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് ഫലിപ്പിക്കാനുള്ള ഒരു ഇതുണ്ടെന്നുള്ളത് നമുക്കറിയാം. അത് ഈ സിനിമയിൽ നമുക്കത് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ പിന്നെന്താണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് 1-2 ട്വിസ്റ്റുകൾ അതിലുണ്ട്. ഒരിക്കലും ഞാനത് സ്പോയിലർ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് തന്നെ അഭിപ്രായം പറയാം. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കണ്ടോളൂ. നല്ല 1-2 പാട്ടുകളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ഫീൽ ഗുഡ് ഫിലിം എന്ന് പറയാം. ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു സിനിമ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫീൽ ഗുഡ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, മറ്റൊരു വീഡിയോ കാണാം. ബൈ.